മാതൃകാ നേട്ടവുമായി ബി ഫാത്തിമ അജ്ജുമ്മ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ, പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. സകല തടസ്സങ്ങളെയും മറികടന്ന് 66-ാം വയസ്സിൽ SSLC തുല്യതാ പരീക്ഷ വിജയിച്ച സന്തോഷത്തിലാണ് പയ്യന്നൂർ തായ്നേരിയിലെ ബി ഫാത്തിമ അജ്ജുമ്മ. പയ്യന്നൂരിലെ വ്യാപാരി മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ ഭാര്യയായ ബി ഫാത്തിമ 50 വർഷങ്ങൾക്ക് മുൻപ് അഴിച്ചുവെച്ച വിദ്യാർത്ഥിയുടെ കുപ്പായം വീണ്ടും എടുത്തണിയാൻ തീരുമാനിച്ചപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ആളുണ്ടായെങ്കിലും ഭർത്താവിൻ്റെയും മക്കളുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചപ്പോൾ തീരുമാനത്തിന് ഉറപ്പ് ഒന്നുകൂടി കൂടുകയായിരുന്നു. ബി ഫാത്തിമ 7ാം ക്ലാസ്സിൽ പൂട്ടിവെച്ച പുസ്തകങ്ങൾ ഇപ്പോൾ തുറന്നപ്പോൾ ലസാഗു കൊഞ്ഞനം കാട്ടി. വള്ളിയിൽ തൂങ്ങിയ ഹിന്ദി അക്ഷരങ്ങൾ താഴേക്ക് വരാൻ കൂട്ടാക്കിയില്ല. സായിപ്പിൻ്റെ സ്വഭാവമായിരുന്നു ഇംഗ്ലീഷിന്. പക്ഷേ ഉമ്മയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അക്ഷരങ്ങളും അക്കങ്ങളും മുട്ടുമടക്കി. നിരവധി അസൈൻമെൻറ്റുകൾ, ടെസ്റ്റുകൾ, അങ്ങനെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നലെ പുറത്തു വന്നത്. കാലുവേദനയും നടുവേദനയും പലപ്പോഴും വില്ലൻ വേഷം അണിഞ്ഞപ്പോഴും ഉള്ളിലെ തീപ്പൊരിയെ ബി ഫാത്തിമ അജ്ജുമ്മ തീപ്പന്തമാക്കി അവയോട് പൊരുതി നേടിയ വിജയം ഏവർക്കും അനുകരണീയമാണ്. ചെറുപ്പത്തിലേ പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ 7ാം ക്ലാസ് വരെ മാത്രമേ ഇവിടെ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. അന്നേരം 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ദൂരെ ഹൈസ്കൂളിലേക്ക് വരണം. പിന്നെ ഇപ്പം അതൊന്നും അവർ പണ്ടുള്ള അവിടെ ഒന്നും സമ്മതിക്കില്ലല്ലോ ദൂരെ പോകാൻ. അപ്പോൾ അങ്ങനെ ആ മോഹം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി. പിന്നെ ഇങ്ങനെ കുട്ടികളെല്ലാം സ്കൂളെല്ലാം പോകുന്ന കാണുമ്പോൾ പിന്നെ എനിക്ക് പഠിക്കണം എന്ന് ഉണ്ട്. അപ്പോൾ അന്നേരമൊന്നും അങ്ങനെ ഇങ്ങനത്തെ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല അന്നേരം. ഇപ്പമല്ലേ ഈ ഇതെല്ലാം വന്നത്, തുല്യതയും പിന്നെ പഠിക്കാനും പരീക്ഷ എഴുതാനെല്ലാം ഇല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കൊല്ലങ്ങളായിട്ട് മനസ്സിലങ്ങനെ പൂട്ടി വെച്ചത് ഇപ്പം പേപ്പറിലെല്ലാം കാണുന്നു. വയസ്സായ ആളെല്ലാം പരീക്ഷ എഴുതുന്നതും പഠിച്ചതും പാസ്സായതെല്ലാം. അപ്പോൾ തോന്നി ഒന്ന് നോക്കിയേക്കാന്ന്. അങ്ങനെ പഠിക്കാൻ പോയി, എഴുതി. ആരും അറിയാണ്ട് ഇങ്ങനെ പോയി പഠിക്കണം എന്ന് വിചാരിച്ചറിഞ്ഞാൽ എല്ലാവരും കളിയാക്കുമ്പോൾ അതൊരു പിന്നെ പിന്നോട്ട് പോവല്ല. പിന്നെ അതുകൊണ്ടാണ് മാടായി സ്കൂളിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് മാടായിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. രാവിലെ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവും. അപ്പം ഞായറാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കൂൾ കുട്ടിയായി. അപ്പോൾ അങ്ങനെ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. പിന്നെ അവിടെ വന്നാൽ രാത്രി ചിലപ്പോൾ എല്ലാം ടീച്ചർമാരെ ഓൺലൈനിൽ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ പഠിച്ച് ഇങ്ങനെ ഇടെത്തി. മുറ്റടിക്കുമ്പോൾ ഒരു കഷ്ണം കള്ളാസ് കിട്ടിയാൽ പോലും അതെടുത്ത് വായിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷ് കണ്ടാലോ ഹിന്ദി കണ്ടാലോ അതെല്ലാം അങ്ങ് നോക്കും. അപ്പോൾ സ്കൂളിൽ തന്നെ എല്ലാവർക്കും അതിശയം തന്നെയാണ്. ഈ 7ാം ക്ലാസ് പഠിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നു, ഹിന്ദി വായിക്കാൻ കഴിയുന്നു ചോദിക്കും. പിന്നെ എന്തെങ്കിലും വെറുതെ ഇരിക്കും, എന്തെങ്കിലും ഇങ്ങനെ വരച്ചുകൊണ്ടും കുറിച്ചുകൊണ്ടെല്ലാം ഇരിക്കും. അതുകൊണ്ട് മക്കൾക്കെല്ലാം നല്ല സപ്പോർട്ട് തന്നെയാണ്. അതെല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം നിൽക്കും. മക്കൾ 3 സ്ഥലത്താണ് ഉള്ളത്. 3 വിളിക്കും, എങ്ങനെയുണ്ട്, ക്ലാസ് ഉണ്ട്, എങ്ങനെ ഉണ്ടായി എന്നെല്ലാം ചോദിക്കും. പിന്നെ റിസൾട്ട് അറിയുന്നതിന് മുന്നേ തന്നെ അവർ സമ്മാനമെല്ലാം വാങ്ങി വെച്ച്. എന്തായാലും ഉമ്മ പാസ്സാവുന്നവർക്കറിയാം. ഭർത്താവ് മുഹമ്മദ് കുഞ്ഞിഹാജിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് തൻ്റെ വിജയരഹസ്യമെന്ന് ബി ഫാത്തിമ പറഞ്ഞു. മക്കളായ 3 പേരും വിവാഹം കഴിഞ്ഞ് വേറെയാണ് താമസം. അഭിമാന നേട്ടം കൈവരിച്ച ഹജ്ജുമ്മയെ തൃക്കരിപ്പൂർ പൂവളപ്പ് ഇക്ര വനിതാ പഠന കേന്ദ്രം പ്രവർത്തകർ വീട്ടിലെത്തി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സൗദ പൊന്നാടയണിയിച്ചു. സഅദിയ ടീച്ചർ, ഫാത്തിമത്ത്, സൈനബി, നജ്മുന്നീസ, നുസൈൻമ, ഷുഹൈമ ടീച്ചർ തുടങ്ങിയവർ അനുമോദനത്തിൽ പങ്കെടുത്തു. മാഷാ അല്ലാഹ്, ഇവരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. കാരണം ഇതേപോലെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നമ്മളെല്ലാം വിദ്യാഭ്യാസം നിർത്തിയ ഒരാളാണ് ഒരു ഘട്ടത്തിൽ. പക്ഷെ ഇനി തുടങ്ങാൻ പറ്റൂല, മക്കളെല്ലാം വലുതായി എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കിയ നമ്മുടെ മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ 65 വയസ്സിലും ഇത്രയും നല്ല ഉത്സാഹത്തോടെ പഠിച്ച കാര്യമെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ എന്ത് വന്നാലും വീട്ടിൽ എല്ലാവരും പഠിച്ചിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രമാത്രം അവർ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്, ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ഞാൻ ഏറ്റവും അധികം അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായാലും ഇവരെ ഭർത്താവ് തന്നെയായിരിക്കും എന്ന് എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന് അങ്ങനെ എത്താൻ പറ്റൂല. അതും ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ വളർന്ന ഒരാൾ ഈ ഒരു രീതിയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാവരും ഇതുപോലെ പഠിക്കാനും
മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ഇവർ. അപ്പോൾ ഇവരെ ഒന്ന് അനുമോദിച്ചേ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയത്. നമ്മൾ പൂവളപ്പിൽ ഇഖ്റ ഖുർആൻ അക്കാദമിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഖുർആൻ ക്ലാസ്സും മറ്റുള്ള ക്ലാസ്സുകളും ഇതുപോലെ സ്ത്രീകൾ മാത്രം നടത്തുന്നതാണ്. അത് ഒരുപാട് പ്രായം ചെന്നവർക്ക് ഖുർആൻ ക്ലാസ്സും മറ്റുള്ള മതപരമായിട്ടുള്ള മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇതുപോലുള്ള ഭൗതികമായ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും നമ്മളെല്ലാ സപ്പോർട്ടും ഇതിന് പിന്നിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. IC Moon Ice Cream, a Janata Charitable Society product.